തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ച് വെടിവെപ്പ് നടത്തിയ ഉയരം കൂടിയ സ്ത്രീയാണ് എന്ന് സംശയം. കൊറിയർ ഡെലിവർ ചെയ്യാനുണ്ടെന്ന വ്യാജേന മുഖംമൂടി ധരിച്ച് വീട്ടിലെത്തിയ സ്ത്രീ വെടിയുതിർക്കുകയായിരുന്നു. വ്യാജ നമ്പർ പതിച്ച കാറിലാണ് അക്രമികൾ എത്തിയത് എന്ന സംശയവും ഉയരുകയാണ്. മറ്റൊരു കാറിന്റെ നമ്പറാണ് പ്രതികൾ ഉപയോഗിച്ചത് എന്നാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നത്. കാർ നമ്പറിന്റെ ഉടമയുമായി മാതൃഭൂമി ന്യൂസ് സംഘം സംസാരിച്ചു. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്, ഒരു വിവരം അറിഞ്ഞിട്ട്. നിങ്ങൾ ആര്യനാടാണോ താമസിക്കുന്നത്? ഞാനൊരു വണ്ടി നമ്പര് KL20G1155, ഇത് മാഡത്തിന്റെ നമ്പറാണോ? ആണ്. വണ്ടി ഏതാണ്? സ്വിഫ്റ്റ് ആണോ? ഓക്കെ. ഞാൻ എന്താണെന്നറിയോ, അപ്പൊ ഈ തിരുവനന്തപുരത്ത് ഒരു ക്രൈം നടന്നു. അപ്പൊ ആ വണ്ടിയുടെ നമ്പർ ഇതാണ്, പക്ഷെ സ്വിഫ്റ്റ് വണ്ടി അല്ല. അപ്പൊ മാഡം അറിഞ്ഞായിരുന്നു? മാഡത്തെ ആരെങ്കിലും വിളിച്ചോ? ഇന്നാണ്, ഒരു മണിക്കൂറായുള്ളൂ. ഇല്ല, നമ്മുടെ വണ്ടി പിന്നെ ഒരാഴ്ചക്ക് മുന്നേ കച്ചവടമായി. അത് കോഴിക്കോടാണ് കൊണ്ടുപോയത്. ഓ, ഒരാഴ്ചക്ക് മുമ്പേ കച്ചവടമായി കോഴിക്കോട് കൊണ്ടുപോയല്ലേ? പക്ഷെ അത് സ്വിഫ്റ്റ് ആയിരുന്നില്ലേ മാഡം? സ്വിഫ്റ്റ്. പക്ഷെ ഈ വണ്ടി നമ്മൾ അറിഞ്ഞത് ഒരു സംഭവം ക്രൈം, സീരിയസ് ക്രൈം ആണ്. ഒരാള് എറണാകുളത്ത് മോനാണ് വണ്ടി ഓടുന്നത്. മാഡം ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫ് ആണല്ലേ? ഓ, ശരി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോ വണ്ടിയുടെ നമ്പർ ഇങ്ങനെ വിവരം കിട്ടി. കൺഫേം അല്ല കേട്ടോ. 20G1155 നമ്മളെ സ്വിഫ്റ്റ് ആണ്. വൈറ്റ് ആണ് അതിന്റെ കളറ്. നമ്മള് ഒരാഴ്ചക്ക് മുന്നേ 15-ാം തീയതി കൊടുക്കുകയും ചെയ്തു, വിൽക്കുകയും ചെയ്തു. അത് കോഴിക്കോട്ടേക്കാണ് കൊടുത്തല്ലേ? കോഴിക്കോടാണ് കൊണ്ടുപോയത്. അവരും ഒരു കച്ചവട പാർട്ടിയാണ് കൊണ്ടുപോയത്. അവരും കച്ചവടം ചെയ്ത്. നമ്മള് പിന്നെ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓ, ശരി. ഞാൻ ഇങ്ങനെ അറിഞ്ഞ നമ്പർ ഒന്ന് വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. വ്യാജ നമ്പറാണ് ഈ അക്രമികൾ എത്തിയ വാഹനത്തിന് ഉപയോഗിച്ചത് എന്നത് ഏറെക്കുറെ വ്യക്തമാവുകയാണ്. ആ നമ്പറിന്റെ യഥാർത്ഥ ഉടമയുടെ പ്രതികരണമാണ് കണ്ടത്. അവർ വാഹനം അല്പദിവസം മുൻപ് വിറ്റതാണ്. ഒരു കച്ചവടക്കാരൻ വാങ്ങി മറ്റാർക്കോ കൊടുത്തു എന്ന വിവരം അവർക്കറിയാം. അക്കാര്യം അത് പങ്കുവയ്ക്കുകയായിരുന്നു.